മുസ്ലിം ലീഗിന്റെ കുത്തക വാർഡുകളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി വാർഡുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് CPM. കോട്ടക്കൽ നഗരസഭയിൽ ഫെബ്രുവരി 22 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 2ാം വാർഡിൽ മത്സരിച്ച സ്ഥാനാർത്ഥി T സജിനയും 14-ൽ മത്സരിക്കുന്ന റഹീമ ഷെറിനും പത്രിക സമർപ്പിച്ചു. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. കോട്ടക്കൽ നഗരസഭയിൽ ഭരണമാറ്റത്തിന് സാധ്യതയില്ലെങ്കിലും ഇത്തവണ ആത്മവിശ്വാസത്തിലാണ് CPM. ഭരണസമിതിയിലെയും മുസ്ലിം ലീഗ് കമ്മിറ്റിയിലെയും വിഭാഗീയതകൾ വോട്ടാക്കി മാറ്റാനാണ് CPMന്റെ ശ്രമം. കഴിഞ്ഞ തവണ 2ാം വാർഡിൽ മത്സരിച്ച T സജിനയും 14-ൽ റഹീമ ഷെറിനുമാണ് സ്ഥാനാർത്ഥികൾ. ഇരുവരും മുനിസിപ്പൽ എഞ്ചിനീയർ കൂടിയായ ഭരണാധികാരി ജീനയ്ക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. നേതാക്കളായ N പുഷ്പരാജൻ, TP സുബൈർ, മുഹമ്മദ് ഹനീഫ എന്നിവരും പങ്കെടുത്തു. അനാവശ്യമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് എന്ന പ്രചരണ വിഷയമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ച ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ ലീഗ് വിമതർ CPM പിന്തുണയോടെ പരാജയപ്പെടുത്തി ഒരാഴ്ചക്കാലം CPM നഗരസഭ ഭരണം പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ചർച്ച ചെയ്ത പ്രകാരം ലീഗ് ഭരണം തിരിച്ചുപിടിച്ചു. ഡോക്ടർ K ഹനീഷ, ചിലട മുഹമ്മദ് അലി എന്നിവരാണ് നിലവിലെ നഗരസഭാ സാരഥികൾ. ഇതിനിടയിൽ 4 സ്ഥിരം സമിതി അധ്യക്ഷന്മാർക്കായുള്ള തെരഞ്ഞെടുപ്പിൽ വികസന സമിതി അധ്യക്ഷ സ്ഥാനവും CPM ലഭിച്ചതും ലീഗിന് ക്ഷീണമായി. ഇതിനിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കാണാനുള്ള ശ്രമത്തിലാണ് CPM. മലബാർ ടൈംസ്, കോട്ടക്കൽ.